വിഷയം പറയാൻ പരിമിതമായ സമയം മാത്രമാണുള്ളത്. അതുകൊണ്ട് നേരത്തെ ഈ വിഷയം കുറച്ച് കേട്ട ആളുകൾ ഈ സദസ്സിലുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ അവർക്ക് ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം പറയാം, അപ്പോൾ പുതിയ ആളുകൾക്കും കൂടി മനസ്സിലാവും. അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സംസാരിച്ച വിഷയവും സംസാരിക്കാൻ പോകുന്ന വിഷയവും ഒക്കെ പരസ്പര ബന്ധമുള്ള വിഷയങ്ങളാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ച പ്രസ്ഥാനങ്ങളാണ് ഷീയിസം. അത് വളരെ ഗുരുതരമായി വ്യതിചലിച്ച പ്രസ്ഥാനമാണ്. അത് പക്ഷേ വിപ്ലവം എന്ന ഓമനപ്പേരിൽ അതിനെ താലോലിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ സുന്നികളായ ആളുകൾക്ക് ധാരാളമായ ആ വിഷയത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്താണ്? സഹാബത്ത് മനസ്സിലാക്കി ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ഇത്തരം വ്യതിയാനങ്ങളൊക്കെ, വിപ്ലവം, അധികാരം ഒക്കെ തുടങ്ങിയ പേരിൽ നമ്മൾ അറിയാതെ വാരിപ്പുണരുന്നത്. അപ്പോൾ ഈ നേരത്തെ സംസാരിക്കുകയുണ്ടായി, ജൂതനായ അബ്ദുല്ലാഹിബിൻ സബഹ് എന്ന ഒരാളുടെ ആശയമാണ് ഷീയിസം. അഥവാ ഇസ്ലാമിക സമൂഹത്തിൽ ഷീയത്ത് അല്ലെങ്കിൽ തശയ്യു അല്ലെങ്കിൽ ഷിയത്ത് എന്നൊക്കെ പറഞ്ഞാൽ കക്ഷി എന്നാണ് അർത്ഥം. ഷിയത്തു അലി, അലിയുടെ കക്ഷി എന്ന പേരിലാണ് ഈ പ്രസ്ഥാനം, അലിയുടെ ആൾക്കാർ എന്ന പേരിലാണ് ആദ്യമായിട്ട് ഇത് സമൂഹത്തിൽ പ്രചരിച്ചത്. പക്ഷേ ഇത് വളരെ ഗുരുതരമായ രീതിയിൽ അബ്ദുല്ലാഹിബിൻ സബഹ് എന്ന യഹൂദൻ, അയാൾ യമനിയാണ്, അയാൾ വന്നിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ കാലത്ത്, അതുവരെ അയാൾക്ക് വരാൻ ധൈര്യം ഉണ്ടായില്ല. കാരണം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും ഉമർ ഖത്താബിൻ്റെ കാലത്തൊക്കെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് ഒരാൾക്ക് വന്നിട്ടൊരു പുതിയ ആശയം അവതരിപ്പിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലമായപ്പോൾ ഇതിന് സാമൂഹ്യ മാറ്റം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. പുതിയ തലമുറ വന്നു, ഇസ്ലാമിൽ കുറേ അനറബികൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, കുറേ അയറാബികൾ കുറേ താല്പര്യത്തിൻ്റെ പേരിൽ ഇസ്ലാം സ്വീകരിച്ചു, അതിർത്തി വിശാലമായി. അപ്പോഴത്തിന് ആദ്യകാല വിശുദ്ധിയിൽ നിന്ന് ചെറിയ പുതിയ തലമുറ വരുമ്പോൾ സാമൂഹ്യ മാറ്റം വരുമല്ലോ. ആ ചാൻസ് ഉപയോഗിച്ചിട്ട് ഇയാൾ വന്നിട്ട് പറഞ്ഞു, ഇസ്ലാമിന് പരിചയമില്ലാത്ത അയാളുടെ ജൂതമതത്തിലുള്ള കുറേ ആശയങ്ങൾ ഏറ്റ് രംഗത്ത് വന്നു. അയാൾ അന്ന് പറഞ്ഞെന്താരോ, ജനങ്ങളെ, നിങ്ങളെന്താണ് ഈസാ നബി തിരിച്ചു വരുമെന്ന് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നു, പക്ഷെ നമ്മുടെ നബി തിരിച്ചു വരുമെന്ന് എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? ജൂതന്മാരുടെ വിശ്വാസമാണ് റുജ്യ, അതായത് മരിച്ചുപോയ ആൾക്കാർ. ഉസൈർ 100 കൊല്ലം കഴിഞ്ഞ് മരിപ്പിച്ച് അള്ളാഹു അദ്ദേഹത്തെ പുനർജീവിപ്പിച്ചു എന്നുള്ള ആ കഥയുടെ ബേസിലാണ് ജൂതന്മാർ മരിച്ചുപോയവർ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നത്. അത് ഇയാൾ ഇസ്ലാമിൽ എന്ത് ചെയ്തു? നടപ്പാക്കാൻ വേണ്ടി രംഗത്ത് വന്നു. രണ്ടാമത് അയാൾ പറഞ്ഞു, ഇപ്പോൾ യൂഷ ബിൻ നൂൻ മൂസാ നബിൻ്റെ വസിയാണ് ജൂതന്മാരുടെ വിശ്വാസമാണ്. അതുപോലെ നബിയുടെ വസിയാണ് അലി, അഥവാ നബി തൻ്റെ പിൻഗാമിയാണെന്ന് വസിയത്ത് ചെയ്ത ആളാണ് അലി. ആ അലി ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഉസ്മാൻ അധികാരത്തിലേറ്റുന്നത് എന്ന രണ്ടാമത്തെ ചോദ്യം അയാൾ ചോദിച്ചു. ഇങ്ങനെ സമൂഹത്തിന് ഇസ്ലാമിന് പരിചയമില്ലാത്ത കുറേ പുതിയ വാദങ്ങളുമായി ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് തലാഹറ ബിൽ ഇസ്ലാം എന്നാണ് ചരിത്രകാരന്മാർ എഴുതിയിട്ട്. അയാൾ ഇസ്ലാം നടിച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നാണ്. അയാൾ അന്നത്തെ ബസറിയിലെ ഗവർണർ പിടികൂടിയപ്പോൾ അയാൾ പറഞ്ഞു, റജുലും മിൻ അഹ്ലിൽ കിതാബ് യർഗബു ബി ജിവാരിക വ യർഗബു ഫിൽ ഇസ്ലാം. ഇസ്ലാം ആകാൻ ആഗ്രഹിക്കുന്ന, താങ്കളുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന ഒരു അഹ്ലുൽ കിതാബ് പെട്ട ആളാണ് ഞാൻ എന്ന് പറഞ്ഞ് അയാൾ രക്ഷപ്പെട്ടു. പക്ഷെ അയാൾ ഈ പുതിയ തലമുറയിൽ ബദുക്കൾ, അയറാബികൾ, മുനാഫിക്കുകൾ, ഇങ്ങനത്തെ ആളുകളിലൊക്കെ സ്വാധീനം ചെലുത്തിയിട്ട് ഒരുപാട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരിൽ ഒരുപാട് ആളുകളെ സംഘടിപ്പിച്ചു. മക്കയിലും മദീനയിലും നടക്കില്ല, കാരണം മക്കയിലും മദീനയിലും സഹാബത്താണ്. ഈ സഹാബത്തിൻ്റെ അടുത്ത് ഫിത്തന ഉണ്ടാക്കാൻ കഴിയൂല. അപ്പോൾ അയാൾ ബസറയിലും കൂഫയിലൊക്കെ പോയി ഫിത്തന ഉണ്ടാക്കി. ഉസ്മാൻ ബിൻ അഫ്ഫാനെതിരിൽ കുറേ രഹസ്യ കള്ളക്കത്തുകളൊക്കെ ആയിഷ ബീവിൻ്റെ പേരിൽ എഴുതിയിട്ട് ഈജിപ്തുകാർക്ക് അയച്ചു. അന്നേനെ തുടങ്ങിയാണ് ഈ ഫിത്തനയുടെ പണി.
അപ്പോൾ ആയിഷ ബീവിൻ്റെ കത്താണെന്നെത്തിയിട്ട് ഈജിപ്തിലെ കുറേ ആളുകൾ വിശ്വസിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞു ഉസ്മാൻ്റെ ഭരണം ഇവിടെ വളരെ മോശമാണ്. ആയിഷ ബീവി പറയാണ്, ആയിഷ ബീവിൻ്റെ പേരിൽ ഇദ്ദേഹം എഴുതിയ കത്തിൽ. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്യണം? സ്ഥാനഭ്രഷ്ടനാക്കാൻ വേണ്ടി പണിയെടുക്കണം. അത് ഈജിപ്തിലും സിറിയയിൽ അത് വല്ലാതെ വില പോയില്ല. കാരണം ഇന്നത്തെ സിറിയയിൽ അന്ന് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവാണ് അധികാരത്തിൽ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ പരിപ്പത്ര വെന്തില്ല. പക്ഷേ ഈജിപ്തിലും ബസറയിലും കൂഫയിലൊക്കെ ഉള്ള മുനാഫിക്കുകളും അറാബികളും പുതിയ ഇസ്ലാമിലേക്ക് വന്ന അറിയാത്ത ആൾക്കാരെല്ലാം കൂടി ഇയാളെ ഒപ്പം കുറേ ആളുകൾ കൂടി. അങ്ങനെ അവരെല്ലാം കൂടി ഹിജ്റ 36 മറ്റോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ വീട് വളയുകയും, അന്ന് മുസ്ലിങ്ങൾ മദീനയിൽ വളരെ കുറവാണ്. കാരണം ഹജ്ജ് സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഹജ്ജിന് പോയിട്ടുണ്ടായിരുന്നു മക്കത്തേക്ക്. പിന്നെ ബാക്കിയുള്ള കുറേ ആൾക്കാർ അതിർത്തി കാവലിനും പോയിരുന്നു. അപ്പോൾ ആ അവസരമൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ സിറിയയിൽ പുതിയ ടീം അധികാരം പിടിച്ചടക്കിയത് അങ്ങനെയാണല്ലോ. പിന്നെ അവരെ കൊന്നൊടുക്കിയ ഹിസ്ബുള്ള അവിടെ ഇസ്രായേൽ അടിച്ചിട്ട് അവർ നിലംപരിച്ചായിട്ടുണ്ട്. പിന്നെ പിന്നെ ഇറാൻ്റെ സൈന്യങ്ങളൊക്കെ ഇറാൻ പിൻവലിച്ചിരുന്നു. റഷ്യ അവിടെ ഉക്രൈനിൽ യുദ്ധത്തിലായതുകൊണ്ട് റഷ്യക്ക് സഹായിക്കാൻ ഈ ചാൻസ് നോക്കിയിട്ടാണ് ഇപ്പോഴത്തെ ടീം അധികാരം പിടിച്ചടക്കിയത്. ഇതുപോലെ മുസ്ലിങ്ങൾ മക്കത്തില്ല മദീനത്തില്ലാത്ത അവസരം നോക്കിയിട്ട് എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ ടീം 40 ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് വളയുകയും അവസാനം അദ്ദേഹത്തെ ഇയാൾ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്തു. ആര്? ഈ അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറഞ്ഞ ആൾ അദ്ദേഹത്തിന് വെള്ളം പോലും കൊടുക്കാതെ കൊലപ്പെടുത്തു. അങ്ങനെയാണ് ഇസ്ലാമിലെ ആദ്യത്തെ കുഴപ്പം, ഫിത്ന സംഭവിക്കുന്നത്. ആ ഫിത്നയ്ക്ക് ശേഷം ഇസ്ലാമിലെ ഫിത്ന ഇന്നും ഇന്നലെ വരെ ആ ഫിത്ന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇനി അന്ത്യമില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിയോഗത്തോടുകൂടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ വധത്തോടുകൂടി ഇസ്ലാമിക സമൂഹത്തിൽ ഫിത്ന ആരംഭിച്ചു. അതിന് തുടക്കക്കാരൻ ഈ ജൂതനായ ഈ ഷീയായിരുന്നു, അഥവാ ഷീസത്തിൻ്റെ പിതാവായ ജൂതനായ ഇയാളായിരുന്നു. ഇയാൾ ഈ രീതിയിലുള്ള കുതന്ത്രങ്ങളിലൂടെയാണ് ഇത് നേടിയത്. പിന്നീട് അതിൻ്റെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ ഘാതകരെ സംരക്ഷിക്കുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും ഇസ്ലാമിക സമൂഹത്തിൽ ആഭ്യന്തര സംഘർഷം ഉണ്ടായി. പിന്നീട് നബിയുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തി കർബലയിൽ. സിഫീന്, ഈ സിഫീൻ യുദ്ധത്തിൻ്റെയും ജമൽ യുദ്ധത്തിൻ്റെയൊക്കെ ചാലകശക്തി ഈ ജൂതനായ ഇയാളായിരുന്നു. ഇയാൾ 2 പക്ഷത്തും ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നിർത്താൻ തീരുമാനിച്ച ജമൽ യുദ്ധത്തെ വീണ്ടും ചെയ്തു കത്തിച്ചു. 2 പക്ഷത്തും പോയിട്ട് ഇയാൾ എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ആരംഭിച്ചു. അപ്പോൾ സഹാബികൾ വിചാരിച്ചു അവർ തുടങ്ങിയെന്ന് എഴുതിയിട്ട് ഇവർ തുടങ്ങിയെന്ന് അവരും. അങ്ങനെയാണ് ജമൽ യുദ്ധം തുടങ്ങി ശക്തമായത്. അപ്പോൾ ഈ രീതിയിൽ ഇസ്ലാമിക സമൂഹത്തിൽ വലിയ ഫിത്ന തുടക്കം കുറിച്ച ആളാണ് ഷീസത്തിൻ്റെ അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന ഈ കക്ഷി. ഇവർ ഇസ്ലാമിലില്ലാത്ത, ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ 5 കാര്യമാണ്: ഷഹാദത്ത്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. എന്നാൽ ഷിയാക്കൾക്കും 5 കാര്യമാണ്. പക്ഷെ അതിൽ ഷഹാദത്തില്ല. അതിന് പകരം അവർക്ക് ഇമാമത്താണ്. ഇമാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നബിയുടെ ശേഷം 12 ഇമാമുമാർ നബിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇസ്ലാമിൽ അള്ളാഹു അയച്ചിട്ടുണ്ട്. ആ ഇമാമുമാരിൽ വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. ആ ഇമാമുമാരിൽ ആരെങ്കിലും ഒരാളെ വിശ്വസിച്ചില്ലെങ്കിൽ അവൻ കാഫിറുൻ ഖാലിദുൻ ഫിന്നാർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഷിയാക്കളായിട്ട് സൗഹൃദത്തിന് പോകുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരും ഇഖ്വാനുൽ മുസ്ലിമുകാരൊക്കെ കാഫിറാണെന്ന് ആരുടെ വിശ്വാസം? അവരെ ഇസ്ലാമാക്കാൻ നടക്കേണ്ട നമ്മൾ കാഫിറാണെന്നാണ് ഷിയാക്കൾ വിശ്വസിക്കുന്നത്. കാരണം എന്താ? ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരനും ഇഖ്വാനുൽ മുസ്ലിമുകാരനൊന്നും എന്ത് വിശ്വസിക്കണില്ല? ഈ 12 ഇമാമുമാർ നബിയെപ്പോലെ അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്ന, അവർ ഒരു തെറ്റും ചെയ്യാത്ത മഅസൂമീങ്ങളാണ്. അവർക്ക് ഈ ലോകത്ത് നടക്കുന്ന, ഭൂമിയിൽ നടക്കുന്ന ഒരു മൺതരി പോലും ചലിക്കുന്നത് ആർക്കറിയാം? തങ്ങളുടെ ഇമാമുമാർക്കറിയാം എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. അങ്ങനെ വിശ്വസിക്കാത്തവർ കാഫിറുകൾ. അപ്പോൾ ഇവരൊക്കെ കാഫിറല്ലേ? അപ്പോൾ ഈ കാഫിറുകൾ, ഇവർ കാഫിറായി മുദ്രകുത്തി ഇവരെന്തിനാ അവരെ മുസ്ലിമാക്കിയിട്ട് സൗഹാർദ്ദത്തിന് പോകുന്നത് എന്ന് ആലോചിച്ചാൽ അതിന് വീട്ടിൽ മനസ്സിലാവും. ഇത് അപ്പോൾ നമ്മളെ നാട്ടിലെ പാവപ്പെട്ട ജമാഅത്തേരും STPക്കാരൊക്കെ ചിലപ്പോൾ വിചാരിക്കും അത് ഏതോ ഒരു തീവ്രവാദി ഗ്രൂപ്പാണ്
ഷിയാക്കളിൽ അങ്ങനെ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. ഹുമൈനി അദ്ദേഹത്തിൻ്റെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ അൽ ഹുക്കൂമത്തുൽ ഇസ്ലാമി, ഇസ്ലാമിക് ഗവൺമെൻറ് എന്ന് CMS പരിഭാഷപ്പെടുത്തിയ അരീക്കോട് ഇസ്ലാമിക് ഫൗണ്ടേഷൻ 1980-കളിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ 57-ാമത്തെ പേജിൽ പറയുന്ന വാക്കെന്താരോ, ഞാനെൻ്റെ അറബി പറയാം, മലയാളം പറയാം. ഇന്നമിൻ ലറൂറിയാത്തി മദ്ഹബിന അന്നലി അയിമ്മത്തിന മക്കാമൻ മഹ്മൂദൻ ലാ യബ്ലുഹു മലക്കുൻ മുഖറബുൻ വലാ നബിയുൻ മുർസലുൻ വഇന്ന ലി അയിമ്മത്തിന ഖുദ്റ തക്വീനിയ. നമ്മുടെ ഇമാമുമാർക്ക് ഈ പ്രപഞ്ചത്തെ മൊത്തം കൈകാര്യം ചെയ്യാനുള്ള അധികാരമുണ്ട്. നമ്മുടെ ഇമാമുമാർക്ക്, ആർക്ക്? 12 ഇമാമുമാർക്ക്. അത് ആരെക്കാൾ വലിയവരാണ്? മുഖറബായ മലക്കുകളെക്കാളും മുർസലായ നബികളെക്കാളും നമ്മുടെ ഇമാമുമാർ ഉന്നതരാണ് എന്ന വിശ്വാസം നമ്മുടെ മദ്ഹബിൻ്റെ അഥവാ ഷീസത്തിൻ്റെ അനിവാര്യമായ വിശ്വാസമാണ് എന്ന് യാതൊരു സംശയലേശമന്യേ ഹുമൈനി 1979-ൽ ഇറാൻ പിടിച്ചടക്കിയ ഹുമൈനിയുടെ ഇസ്ലാമിക് ഗവൺമെൻറ് എന്ന പുസ്തകത്തിലും അവരുടെ ബുഖാരിയായ അൽ കാഫി എന്ന കുലൈനിയുടെ കാഫിയിലുമൊക്കെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. 100 കണക്കിന് ഹദീസുകൾ. അവരുടെ ഇമാമുമാരുടെ ശക്തി, അവരുടെ ഇമാമുമാർ പ്രവാചകന്മാരെ മേലെയാണ്, അവർ മഅസൂമികളാണ്. ഈ ലോകത്തെ ആകാശത്തെയും ഭൂമിയിലും നടക്കുന്ന എല്ലാം അവരുടെ അറിവോട് കൂടിയാണ്. ഇവിടെ ഒരു ഇല അനങ്ങുന്നത് പോലും തങ്ങളുടെ ഇമാമുമാരറിയാതെയല്ല. അവരെപ്പോഴാണ് മരിക്കുന്നത് എന്ന് അവർക്കറിയാം. ഗർഭപാത്രത്തിലുള്ള കുട്ടിയെക്കുറിച്ച് അവർക്കറിയാം. എല്ലാവരുടെ ഗർഭപാത്രത്തിലെയും. അതായത് അള്ളാഹുവിൻ്റെ അലി പറയുന്നതായിട്ട് അവരുടെ കിതാബിൽ പറയുന്നു, അനൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ. ഞാൻ ആദ്യത്തവൻ. അള്ളാഹിനെ പറ്റി പറഞ്ഞതാണ്. അലിയെപ്പറ്റി ഇവർ പറയുന്നു, ഞാൻ ആദ്യത്തവനാണ്, അവസാനത്തവനാണ്, ഉള്ളിലുള്ളത് അറിയുന്നവനാണ്, പരസ്യമായിട്ടുള്ളത് അറിയുന്നത്. ഇതാണ് ഷീസം. ഇതാണ് ഇവരുടെ ഇമാമത്ത്. ഒന്നാമത്തെ ഷിയാക്കളുടെ ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തെ കാര്യത. ഇതറിയാതെയാണ് ഇവരെന്ത് ചെയ്തതു? ഈ ഹുമൈനിയെ പറ്റി ലാ സുന്നിയ ലാ ഷിയ ഇസ്ലാമിയ എന്നൊക്കെ ഇവിടെ അരീക്കോടും കോഴിക്കോടൊക്കെ 1979-ൽ ഹുമൈനിയുടെ വിപ്ലവം വിജയിച്ചപ്പോൾ ഇവർ പാടിയത്. അപ്പോൾ കാര്യങ്ങൾ അറിയാതെയാണ് നമ്മുടെ പല ആളുകളും ആവേശത്തിൻ്റെ പുറത്ത് എന്ത് ചെയ്തത്? ഇത്തരം ഇസ്ലാമിനായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആശയങ്ങളെ വാരിപ്പുണ്ണുന്നത്. ഇവരുടെ അടിസ്ഥാനപരമായ വിശ്വാസം, ഇവർ നമ്മുടെ ഖുർആൻ അവർ അംഗീകരിക്കുന്നില്ല. പക്ഷെ നമ്മളെ ഖുർആനാണ് അവരുടെ കയ്യിലുള്ളത്. അവരെ കിതാബുകളിൽ 2000-ൽ പരം ഹദീസ് ഈ ഖുർആനിൽ സഹാബികൾ അട്ടിമറി നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന 2000-ൽ പരം ഹദീസ് ഷിയാക്കളുടെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു പണ്ഡിതൻ 200 കൊല്ലം മുമ്പ് ഫസ്ലുൽ ഖിതാബ്, ആ കിതാബിൻ്റെ പേര് ഇതാണ്, ഫസ്ലുൽ ഖിതാബ് ഫി തഹരീഫി കിതാബി റബ്ബിൽ അർബാബ്. റബ്ബുൽ അർബാബായ അള്ളാഹുവിൻ്റെ കിതാബിൽ അട്ടിമറി നടത്തിയിട്ടുണ്ട് എന്നത് കട്ടായം എന്നാണ് ആ കിതാബിൻ്റെ മലയാളം. അതായത് മുസ്ലിങ്ങൾ, സഹാബികൾ അള്ളാഹിൻ്റെ കിതാബിൽ അട്ടിമറി നടത്തിയിട്ടുണ്ട്, അതിൽ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്, ഏറ്റൽ നടത്തിയിട്ടുണ്ട് എന്നതിന് ഷിയാക്കളുടെ 2000 ഹദീസുകളുള്ള ഒരു കിതാബിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്. അതിലവരെ എല്ലാ പണ്ഡിതന്മാരുടെയും ഇമാമുമാരുടെയും റിവായത്തുകളുണ്ട്. അപ്പോൾ ഇവർ നമ്മളെ കിതാബിനെ പറ്റി അവർ പറയുന്നത് എന്താ? നമ്മളെ ഖുർആനെ പറ്റി, നിങ്ങളെ ഖുർആനും ഞങ്ങളെ ഖുർആനും തമ്മിൽ അതിൽ ഒരക്ഷരം പോലും ഞങ്ങളെ ഖുർആനിലില്ല. ഞങ്ങളെ യഥാർത്ഥ ഖുർആൻ നിങ്ങളുടെ ഖുർആൻ്റെ 3 ഇരട്ടി വലിപ്പമുള്ളതാണ്. അത് അലി ബിൻ അബീ താലിബ് രേഖപ്പെടുത്തിയതാണ്. അത് ഫാത്തിമ ബീവിക്ക് ഇറങ്ങിയതാണ്. ആ കിതാബ് ആദ്യം ഫാത്തിമാവിൻ്റെ കയ്യിലായിരുന്നു, പിന്നെ അലി ബിൻ അബീ താലിബിൻ്റെ കയ്യിലായി, പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഹസൻ്റെ കയ്യിലായി, പിന്നെ അദ്ദേഹം മരിച്ചപ്പോൾ ഹുസൈൻ്റെ കയ്യിലായി, ഹുസൈൻ മരിച്ചപ്പോൾ അലിയുൻ സൈനുല്ലാബിദിൻ്റെ കയ്യിലായി, അലിയുൻ സൈനുല്ലാബിദിൻ മരിച്ചപ്പോൾ മൂസൽ കാലിമിൻ്റെ കയ്യിലായി, ജാഫർ സാദിഖിൻ്റെ കയ്യിലായി, അലിയുല്ലാദിയുടെ കയ്യിലായി, അങ്ങനെ അവസാനം ഹസനുൽ അസ്കരിയുടെ കയ്യിലായി. 12ാമത്തെ ഇമാമ് 4ാമത്തെ വയസ്സിൽ ഒരു ഗുഹയിൽ, ബഗദാദിൽ ഒരു ഗുഹയിൽ പോയി. അയാൾ അന്ത്യനാളിൽ തിരിച്ചു വരും. അന്ന് അയാൾ ആ ഖുർആനുമായി വരും. അപ്പോൾ ഈ ലോകത്ത് ഇപ്പം എന്തില്ല?
അള്ളാഹു അവതരിപ്പിച്ച യഥാർത്ഥ ഖുർആൻ ഇല്ല. അതുപോലെ ഇമാമ് 12ാമത്തെ ഇമാമ് ഒളിവിൽ പോയപ്പോൾ അയാൾ അദ്ദേഹത്തിൽ പോയി. ഇനി അയാൾ അന്ത്യനാളിൽ തിരിച്ചു വരുമ്പോൾ അയാൾ ചെയ്യുന്ന സംഭാവനകൾ എന്തൊക്കെയാരോ, അയാൾ കഅബ പൊളിക്കും. ആര്? ഷിയാക്കളുടെ 12ാമത്തെ മസ്ജിദുൽ നബവി പൊളിക്കും. അബൂബക്കർ, ഉമർ, ആയിഷ റളിയല്ലാഹു അൻഹും അതുപോലുള്ള സഹാബികളെ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് അവരുടെ മയ്യത്തുകൾ കത്തിക്കും. എന്നിട്ട് അതിൻ്റെ ചാരം കടലിലൊഴുക്കും. ഇതൊക്കെയാണ് ആര് ചെയ്യാൻ പോകുന്ന മഹത്തങ്ങൾ? ഇവരുടെ 12ാമത്തെ ഇമാമുകൾ ചെയ്യാൻ പോകുന്ന മഹത്തങ്ങൾ. ഇതൊക്കെയാണ് ഷീയിസം. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മളെ ആൾക്കാർ 1979 മുതൽ 2010 വരെ പ്രബോധനത്തിൽ എത്ര വട്ടം ഖുമൈനിൻ്റെ ഫോട്ടോ മുഖചിത്രമായിട്ട് വന്നു, എത്ര വട്ടം ഖുമൈനിൻ്റെ മഹത്വം, നൂറുകണക്കിന് ലേഖനങ്ങളും കുറിപ്പുകളും വാർത്തകളും വന്നു. ഈ പാവങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടാണോ ഈ പാവപ്പെട്ട ജനങ്ങളെ ഈ വഴികേടിലേക്ക് തള്ളിയിട്ടത്? ഇതൊരു ചെറിയ സംഗതിയാണോ? ഖുർആൻ വിശ്വസിക്കുന്നില്ല. സഹാബികളെ പറ്റി ഇവരെ വിശ്വാസം എന്താരോ? ഇർത്തദ്ദ അന്നാസു കുല്ലുഹും ബഅദ വഫാത്തിൻ നബി ഇല്ലാ സലാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം മുഴുവൻ സഹാബികളും ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോയി. 3 ആളെ വെച്ച്, ഒരഭിപ്രായം 5 ആൾ, വേറെ ആളെ ഇപ്പോൾ 7 ആൾ, ഏറിയാൽ 12 ആൾ. ഈ 12 ആളല്ലാത്ത എല്ലാവരും എന്തായി? ഇസ്ലാമൊന്ന് മുർത്തദ്ദായി. പക്ഷെ ഒരു ഏറ്റവും ആധികാരികമായ കിതാബിലുള്ള ഹദീസാണ് ഞാൻ ഈ വായിച്ചത്, കാഫിയിലുള്ള ഹദീസ്. ആരാണ്? മിഖ്ദാദ് ബിൻ അസ്വദ്, അബൂദർ അൽ ഗിഫാരി, സൽമാനുൽ ഫാരിസി. ഈ 3 ആളുകളല്ലാത്ത എല്ലാവരും മുർത്തദ്ദുകളായി. അബൂബക്കറുൻ വ ഉമറുൻ കാഫിറാനി വ കാഫിറുൻ മൻ അഹബ്ബഹുമ. അബൂബക്കറും ഉമറും കാഫിറാണ്, അവരെ ഇഷ്ടപ്പെടുന്നവരും കാഫിറാണ്. ആയിഷ ബീവിയെ പറ്റി പറയുന്നത് എന്താരോ? അത് നമുക്ക് വായ കൊണ്ട് പറയാൻ പറ്റാത്ത ഏറ്റവും വൃത്തികെട്ടൊരു പെണ്ണിനെ പറ്റി പറയാവുന്ന അശ്ലീലങ്ങളാണ്. ആയിഷ അൽ വജുഹുൽ ആഖിർ ലിൽ ഫാഹിഷ, ഒരു പുസ്തകത്തിൻ്റെ പേര് ഷിയാക്കളിൽ. ആയിഷ വൃത്തികേടിൻ്റെ അശ്ലീലതയുടെ മറുമുഖം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. വലിയ 100 കണക്കിന് പേജുള്ള ഇന്നും ജീവിച്ചിരിക്കുന്ന ഷിയാക്കൾ എഴുതിയ പുസ്തകമാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ തൽക്കീനു യാസിറുൽ ഹബീബ് ഷഹാദ എന്ന് അടിച്ചു കൊടുത്താൽ ഒരു ഷിയ, യാസിറുൽ ഹബീബ് പറഞ്ഞ കുവൈത്തിലൊരു ഷിയ ഒരു മുസ്ലിമിനെ, ഒരു അമുസ്ലിമിനെ ഷഹാദത്തിൽ കൊടുക്കുന്ന വീഡിയോ കാണാൻ കഴിയും. യാസിറുൽ ഹബീബിൻ്റെ തൽക്കീനു ഷഹാദ എന്ന് അടിച്ചു. ആ മുസ്ലിമിന് ലണ്ടനിൽ നിന്ന് ഷഹാദത്തിൽ കൊടുക്കുന്ന കോലം എങ്ങനെ അറിയോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന അലിയൻ വലിയുള്ളാഹ്, അഷ്ഹദു അന്ന അബൂബക്കർ വ ഉമർ അഅദാഉല്ലാഹ്, അഷ്ഹദു അന്ന ആയിഷ ഫിന്നാർ. അള്ളാഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം. അഷ്ഹദു അന്ന അലിയും വലിയുള്ള എന്ന അലി വലിയുള്ള എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബൂബക്കറും ഉമറും ഇസ്ലാമിൻ്റെ അള്ളാഹുവിൻ്റെ ശത്രുക്കളാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ആയിഷ നരകത്തിലാണെന്ന് ഞാൻ സാക്ഷ്യം. ഇതായിരിക്കും ചൊല്ലിക്കൊടുക്കണമല്ലോ. ഇസ്ലാമിലേക്ക് വരുന്ന ഒരാൾക്ക് യൂറോപ്പിൽ വെച്ചിട്ട് ഷിയാ പുരോഹിതൻ ഇന്നും ലണ്ടനിൽ ജീവിക്കുന്ന അയാളെ ലണ്ടൻ ഗവൺമെൻറ് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് അയാൾക്ക് വലിയ സൈനിക പരിശീലനം നടത്തിക്കൊണ്ടുവരും ലണ്ടനിൽ. എന്തിനാരോ? കഅബ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട്. ലണ്ടൻ, ഈജിപ്ത്, കുവൈത്തിലെ ഷിയ പണ്ഡിതൻ, അയാൾക്ക് ചാനലുണ്ട് ലണ്ടനിൽ. അൽ ഫതക്ക് എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിനായിട്ട് ബന്ധപ്പെട്ട, ഫാത്തിമാവിനായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ആ വൈകാരികത വെച്ചിട്ട് ആ ടിവിൻ്റെ പേര് തന്നെ ഫതക്ക് TV എന്നാണ് പറയുന്നത്. ഇതാണ് ഇവർക്ക് സഹാബികളെ പറ്റിയുള്ള വിശ്വാസം, ഖുർആനെ പറ്റിയുള്ള വിശ്വാസം. അത് ഇവലെ ഹദീസ് തന്നെ എന്താരോ? നമ്മളെ ഹദീസ് എന്താ? അഹ്ലുസുന്നൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവിടെ വാക്കും പ്രവൃത്തിയും അംഗീകാരവുമാണ് അഹ്ലുസുന്നയുടെ ഹദീസ്. ഷിയാക്കളുടെ ഹദീസ് എന്താരോ? അവരുടെ 12 ഇമാമുമാരിൽ നിന്ന് അവരുടെ വാക്കും പ്രവൃത്തിയും അംഗീകാരവും അവരുടെ അഹ്ലുബൈത്തിലൂടെ നിവേദനം ചെയ്യപ്പെട്ടതിനാണ് ഹദീസ് എന്ന് പറയുക. അപ്പോൾ ആ ഹദീസ് നിവേദനം ചെയ്ത ചങ്ങലകളിൽ എല്ലാവരും എന്തായിരിക്കണം? അഹ്ലുബൈത്തായിരിക്കണം. ആ ഹദീസ് ആരിൽ നിന്നായിരിക്കണം? നബിയിൽ നിന്നല്ല, ഈ 12 ഇമാമുമാർ. അതുകൊണ്ട് തന്നെ ഷിയാക്കളുടെ ബുഖാരിയായ അൽ കാഫി എന്ന് പറഞ്ഞ 6000 വ്യാജ ഹദീസുള്ള എൻ്റെ അടുത്തുള്ള കിതാബ്, ആ കിതാബിൽ നിങ്ങൾ തപ്പി നോക്കിയാൽ നബി പറഞ്ഞു എന്നുള്ളത് 1ഓ 2ഓ ഉണ്ടോ എന്ന് സംശയമാണ്. ബാക്കി 6000 ഹദീസും അബു അൻ നബി അബ്ദുല്ലാ അലൈഹി സ്വലാം അന്നഹു ഖാല എന്നാണ് പറഞ്ഞത്.
അഥവാ വല്ല 6ാമത്തെ ഇമാമിൻ്റെ പേരാണ് അബു അബ്ദില്ല. ജാഫർ സാദിഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര്. അദ്ദേഹത്തിൻ്റെ അപരനാമാണ് അബു അബ്ദില്ല. അപ്പോൾ അബു അബ്ദില്ല പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഹദീസ് പറഞ്ഞത്, നബി പറഞ്ഞു എന്നില്ല. അപ്പോൾ ഇവർ ഖുർആൻ നമ്മളെ ഖുർആനല്ല, ഇവർ സഹാബത്ത് നമ്മളെ സഹാബത്തല്ല, ഇവരെ ഹദീസ് നമ്മളെ ഹദീസുമല്ല. അപ്പോൾ ഈ ഒരു സമൂഹത്തിന് നമ്മളെങ്ങനെ ഈ ജൂതന്മാരുണ്ടാക്കിയ ഈ പ്രസ്ഥാനത്തെ നമ്മളെങ്ങനെ മുസ്ലിമായിട്ട് അംഗീകരിക്കും? ഇവരെ എങ്ങനെ നമ്മൾ ഇവർക്ക് വേണ്ടി സഹാബികളെ പറ്റി ഖുമൈനി പറഞ്ഞൊരു വാക്ക് കേട്ടുള്ളൂ, ഇന്ന ഉലായിക്കല്ലദീന ലാ യഅ്നൂന ബിൽ ഇസ്ലാമി വൽ ഖുർആനി ഇല്ലാ ലി അഗ്റാദി ദുനിയ വരിയാസ. ഇസ്ലാമിനെ കേവലം അധികാരത്തിന് വേണ്ടിയും ഭൗതിക നേട്ടത്തിനും മാത്രം ഉപയോഗിച്ചിരുന്ന അവർ അഥവാ സഹാബികൾ കാനു യത്തഖിദൂന മിനൽ ഖുർആനി വസീലത്തൻ ലി തൻഫീദി അഗ്റാദിഹിം അൽ മശ്ബൂഹ. അവരെ വൃത്തികെട്ട അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടി ഖുർആനിനെ അവർ ഉപയോഗിച്ചിരുന്നു. ആര്? സഹാബികൾ. വയഹദിഫൂന തിൽക്കല്ലായാത്ത്, അലിയാണ് ഇമാമ് എന്ന് പറയുന്ന ആയത്തുകളൊക്കെ അവർ ഖുർആനിൽ നിന്ന് വെട്ടിമാറ്റുകയും ചെയ്തു. മിൻ സഫഹാത്തി വയുസ്കിത്തൂനൽ ഖുർആന മിൻ അല്ലാഹിൽ ആലമീൻ. അങ്ങനെ ലോകരുടെ മുന്നിൽ നിന്ന് ഖുർആനിനെ അവരെന്ത് ചെയ്തു? മറച്ചു വെച്ചു. ഇത് ഖുമൈനിയുടെ കശ്ഫുൽ അസ്റാറിൽ 131-ാമത്തെ പേജിൽ എഴുതിയ അദ്ദേഹം എഴുതിയ പുസ്തകത്തിലുള്ള വരികളാണ്. ഈ ആളെയാണ് നമ്മൾ എന്ത് ചെയ്തത്? 40 കൊല്ലം കേരളത്തിൽ ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ ആചാര്യനാക്കിയിട്ട് ഹുമൈനി അക്ബർ, അള്ളാഹു അക്ബർ, ഹുമൈനി അള്ളാഹു അക്ബർ, ഹുമൈനി റഹബർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വലിയ താടിയും ലോഹയും കണ്ടപ്പോൾ ഇയാൾ ഇസ്ലാമിൻ്റെ എന്തോ ആളാണെന്ന് തെറ്റിദ്ധരിക്കുകയും നമ്മൾ ഇസ്ലാമിക പ്രസ്ഥാനക്കാർ നമ്മളെന്ത് ചെയ്തു? തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. ഇവർ മരിച്ചു പോയാൽ ഇവരവസ്ഥ എന്തായിരിക്കും? ഈ ഹുമൈനി അദ്ദേഹത്തിൻ്റെ തഹാറയിൽ പറഞ്ഞ വാക്കെന്തായാലും, തൊഹാറ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആത്മീയ ശുദ്ധീകരണത്തെ പറ്റി ഒരു കിതാബുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ടാണ്, ആയിഷ, ഹഫ്സ, ഉസ്മാൻ, മുആവിയ ഇവരൊക്കെ അഞ്ചസു മിനൽ കിലാബി വൽ ഖനാസിർ, നായിയേക്കാളും പന്നിയെക്കാട്ടും വൃത്തികെട്ടവരാണ് ഈ പറയപ്പെട്ട ആളുകൾ. ഇത് ഹുമൈനിയുടെ അത്തൊഹാറ എന്ന പുസ്തകത്തിൽ എഴുതിയത്. ഈ മനുഷ്യനെ ഇസ്ലാമിൻ്റെ ആചാര്യനും നേതാവാക്കിയിട്ട് നമ്മൾ വിശ്വസിച്ച് എത്ര ആളിപ്പോൾ ഇവിടെ പലരും ഇസ്ലാമിക പുസ്തകത്തിൽ മരിച്ചു പോയിട്ടുണ്ടാവുമല്ലോ അവിശ്വാസമായിട്ട്. എന്തായിരിക്കും വല്ല അവസ്ഥ? ഇത് ചെറിയ കാര്യമാണോ വലിയ കാര്യമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണോ അതല്ല കേവലം രാഷ്ട്രീയ വിഷയമാണോ എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ സഹാബത്തിൻ്റെ ദീന് അതിൽ ആര് അട്ടിമറി നടത്തിയാലോ അതോടുകൂടി അവൻ അതിൽ സുന്നയിൽ നിന്ന് മാറിപ്പോകുന്നു. അവൻ എത്ര വലിയ വിപ്ലവം പ്രസംഗിച്ചിട്ടും എത്ര വലിയ രാജ്യങ്ങൾ ഭരിച്ചിട്ടൊന്നും കാര്യമില്ല. അത് അള്ളാഹുവിൻ്റെ ദീനിനായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു ഇതാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരുപാട് പറയാനുണ്ട്. ഇതിപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ ഈ അബൂബക്കർലാനും ഉമർലാനുവിനൊക്കെ ശപിച്ചുകൊണ്ടുള്ള പോലെ ഒരു 4-5 പേജുള്ളൊരു ദുആ ഉണ്ട്. ദുആ സനമൈ ഖുറൈശ് എന്നാണ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, വൽഅൻ നീ ശപിക്കണമേ സനമൈ ഖുറൈശ് വജിബ്തൈഹിമ വതാഊതൈഹിമ വഇബ്നതൈഹിമ എന്നൊക്കെ പറഞ്ഞിട്ട് 2 പേജുള്ള 3 പേജുള്ള ഒരു ദുആയാണ്. ഇത് ഹുമൈനി എന്നും ദുആർന്നിരുന്ന ദുആ. ആരെപ്പറ്റി പറഞ്ഞാലോ? ജിബുത്തും താഹൂത്തും കുഫറും ഒക്കെ പറഞ്ഞ ആയിഷ ബീവിനും ഉമർ ഖത്താബിനും അബൂബക്കർലാവിനെയും. അപ്പോൾ വളരെ ഗുരുതരമായ ഒരു ആശയമാണ് എന്ത്? ഈ ഷീസം എന്ന് പറയുന്നത്. അള്ളാഹുവിനെ പോലും ഇവർ വെറുതെ വിട്ടില്ല. ഇവർ പറഞ്ഞെന്താരോ? അബൂബക്കറിനെ ഖലീഫയാക്കിയ നബിയെയും ആ നബിയെ നബിയാക്കിയ അള്ളാഹു ഞങ്ങളുടെ നബിയല്ല, ആ അള്ളാഹു ഞങ്ങളുടെ അല്ലാഹു അല്ല, ആ ഇമാമ് അബൂബക്കർ ഞങ്ങളെ ഇമാമുമല്ല എന്ന് നിഅമത്തുല്ലാഹിൽ ഇന്നനാ ലാ നജ്തമിഉ മഅഹും അലാ ഇലാഹിൻ, ഇലാഹിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ സുന്നികളുമായി ഒരുമിക്കുന്നില്ല. വലാ അല നബിയിൻ, നബിയുടെ വിഷയത്തിലും വലാ അല ഇമാമിൻ, ഇമാമിൻ്റെ വിഷയത്തിലും. വദാലിക, കാരണം എന്താരോ? അന്നഹും യഖൂലൂന അന്ന റബ്ബഹും ഹുവല്ലദീ കാന മുഹമ്മദുൻ നബിയുഹു, മുഹമ്മദ് നബിയാണ് ആക്കിയ അദ്ദേഹത്തിൻ്റെ റബ്ബ് അള്ളാഹാണ്. വ ഖലീഫത്തുഹു മിൻ ബഅദി അബൂബക്കർ, അദ്ദേഹത്തിന് ശേഷം തൻ്റെ ഖലീഫ അബൂബക്കറാണ്. ലൈസ റബ്ബുന, ആ റബ്ബ് ഞങ്ങളുടെ റബ്ബല്ല. വലാ ദാലിക്കൻ നബിയു നബിയുന, ആ നബി ഞങ്ങളെ നബിയല്ല. ഏത് നബി? തൻ്റെ ഖലീഫയെ അബൂബക്കറിനെ ആക്കിയ നബി ഞങ്ങളുടെ നബിയല്ല. ആ നബിനെ നബിയാക്കിയ അല്ല, ഞങ്ങൾ അള്ളാഹുമല്ല.
ഇത് പറയുന്ന കേട്ട് ഞങ്ങൾ തമാശ പറയാൻ തരുന്നു. പക്ഷെ ഇവരെ അൽ അൻവാറുൻ നൊമാനിയ എന്ന വളരെ പ്രസിദ്ധമായ ഒരു കിതാബിലെ 2-ാം വാള്യത്തിൽ 278-ാമത്തെ പേജിലുള്ള പ്രസ്താവനയാണിത്. ഇങ്ങനത്തെ 1-2 പ്രസ്താവനയല്ല, ആയിരക്കണക്കിന് പ്രസ്താവനകളാണ് ഷിയാക്കളുടെ കിതാബിലുള്ളത്. ഇവരെ വെച്ചിട്ട് ഇസ്ലാം ഉണ്ടാക്കാൻ കഴിയുമോ? ഇയാൾ അധികാരത്തിലേറിയ സമയത്ത് ലോകത്തൊട്ടാകുള്ള ഇഖ്വാനുൽ മുസ്ലിമിൻ്റെ നേതാക്കൾ ചെയ്തെന്താരോ, ഖുമൈനി പാരീസിൽ നിന്ന് അവിടെ പോയി ഇറങ്ങിയ വിമാനത്തിൻ്റെ അടുത്ത വിമാനം ഇറങ്ങിയത് ഇഖ്വാനുൽ മുസ്ലിമിൻ്റെ നേതാക്കളുടെ വിമാനം. ആരൊക്കെയിലുണ്ടെന്നറിയോ? ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിൻ്റെ അമീർ, പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിൻ്റെ അമീർ, പിന്നെ അവരെ കുവൈത്തിലുള്ള നേതാക്കൾ, സൗദിയിലുള്ളവരുടെ നേതാക്കൾ ഇഖ്വാൻ്റെ, ബംഗ്ലാദേശിലുള്ള നേതാക്കൾ, പിന്നെ മലേഷ്യയിലുള്ള നേതാക്കൾ, ഇന്തോനേഷ്യയിലുള്ള നേതാക്കൾ, യൂറോപ്പിലുള്ള നേതാക്കൾ, ഇവരെല്ലാവരും കൂടി ഒരു വിമാനം വാടകയ്ക്ക് വിളിച്ചിട്ട്, ഇന്ന് വിമാനം വാടകയ്ക്ക് വിളിച്ചിട്ട് എളുപ്പമാണ്, പക്ഷെ 1979 ഒരു വിമാനം വാടകയ്ക്ക് വിളിച്ചതിനെ പറ്റി ആലോചിച്ച് നോക്കാം നിങ്ങൾ. എന്നിട്ട് ഇവരെല്ലാവരും കൂടി ഈ വിമാനത്തിൽ കയറുമ്പോഴാണല്ലോ ഇന്ത്യക്കാരുടെ ഇന്ത്യൻ്റെ അമീർ മൗലാന മുഹമ്മദ് യൂസുഫാണ്, പാകിസ്ഥാനിലെ അമീർ വേറെ ആരാണ്. ഇവരെല്ലാവരും കൂടി വിമാനത്തിൽ കയറിയിട്ട് എന്ത് ചെയ്തു? ഖുമൈനിക്ക് പോയിട്ട് ബയ്യത്ത് ചെയ്യാനും അയാൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാനും അയാളെ രക്തസാക്ഷികൾക്ക് എന്ത് ചെയ്യാനും പ്രാർത്ഥിക്കാനും, ഖുമൈനി ആണ് ഇസ്ലാമിക ലോകത്തിൻ്റെ നേതാവ്, അയാളെല്ലാവരും അംഗീകരിക്കണം, പിന്തുണ കൊടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിൻ്റെ അമീർ അടക്കം 1979 അങ്ങോട്ട് പോയി, ടെഹ്റാനിൽ പോയി. ഇപ്പോൾ ചെറിയ സംഗതിയല്ല, വളരെ ആഴത്തിലുള്ള ബന്ധമാണ് ഇവർ തമ്മിലുള്ളത്. ഞാനത് മാത്രം പറയുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 2-3 മണിക്കൂർ പറയണം. അത്രയും ആ വിഷയത്തിലുള്ള പുസ്തകം തന്നെ നമ്മളെടുത്തുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മളെ ഈമാനിനെ ബാധിക്കുന്ന, അഖീദയെ ബാധിക്കുന്ന വിഷയം അതുകൊണ്ട് ഇത് കേവലം ഒരു പ്രസംഗം കേൾക്കുന്ന മാതിരി പോകേണ്ട വിഷയമല്ല. വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. സഹാബത്തിനെ കാഫിറാക്കിയവൻ ഇസ്ലാമിൽ എന്ത് സ്ഥാനമുള്ളത്? ഈ സഹാബത്താണല്ലോ നമുക്ക് ഖുർആന് നമുക്ക് എത്തിച്ചത്, ഈ ഹദീസ് നമുക്ക് എത്തിച്ചത്, ഈ ദീൻ എത്തിച്ചത്. ഇവർ നമ്മുടെ ഷുഹൂദാണ്, സാക്ഷികളാണ്. ഇവരെ കാഫിറാക്കിയാൽ പിന്നെ അതോടുകൂടി ഇസ്ലാമിനെ അട്ടിമറിക്കാൻ സാധിക്കുമെന്നാണ് ഇമാം അബൂസർ റാസി, അദ്ദേഹത്തിൻ്റെ ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്, അദ്ദേഹം പറയുന്നത്. അവർ ജനാധിക്കത്തുന്ന, അവരാരാണ്? സഹാബത്തിനെ തള്ളിക്കളയുന്നവർ സിന്ദീഖുകളാണ്, അഥവാ മത നിഷേധികളാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ തള്ളിക്കളയുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഷിയാക്കൾക്ക് അഹ്ലുസുന്നയെക്കുറിച്ചുള്ള വിശ്വാസം എന്താ പറയുക? അഹ്ലുസുന്നയെ വിവാഹം കഴിക്കാൻ പാടില്ല, അവന് അവസരം കിട്ടിയാൽ അവനെ എറിഞ്ഞു കൊല്ലണം, അവനെ വെള്ളത്തിൽ മുക്കിയിട്ട് കൊല്ലണം, അത് കൂലിയുള്ള കാര്യമാണെന്നാണ് ഷിയാക്കൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ബഷാറുൽ അസദിൻ്റെ ഭരണകൂടം 10 ലക്ഷം സുന്നികളെ കൊന്നൊടുക്കിയത്. ഇവിടെ സിറിയയിൽ 1.5 കോടിയോളം സുന്നികളെ ആ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയിട്ട് അഭയാർത്ഥികളായി ലോകത്തിൻ്റെ പല നാട്ടിലും അലഞ്ഞു നടക്കുന്നത്. 5000-ൽ പരം സുന്നി പള്ളികൾ ബോംബിട്ട് തകർത്തത്. സെയ്ദിയാന പോലുള്ള പിന്നെ തടവറകളിൽ ഇപ്പോഴും 10 ലക്ഷത്തോളം തടവ് പുള്ളികൾ. അവർ പലരും ജീവച്ഛവങ്ങളായി. ചിലവർക്ക് അവരെ പേര് പോലും അറിയില്ല, ചിലവർക്ക് അവരെ സംസാരിക്കാൻ അറിയില്ല. കാരണം 43 കൊല്ലമായിട്ട് ജയിലിൽ കിടക്കണവരാ പലരും. ആ രീതിയിൽ സുന്നി സമൂഹത്തെ സഹാബികൾ ഭരിച്ച സിറിയയെ ശവപ്പറമ്പാക്കി 2011 ഈ ബഷാറുൽ അസദ്. അയാളിപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടു, ആ നാട് മോചിതമായി. സുന്നികൾ വീണ്ടും അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അവർ തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. സദ്ദാം ഹുസൈനെ 2003 കൊലപ്പെടുത്തി. അവിടെ ഇഖ്വാനുൽ മുസ്ലിമൂനും ഷിയാക്കളും കൂടി സംയുക്തമായിട്ട് അധികാരത്തിലേറി. അമേരിക്കയാണ് അവർക്ക് അധികാരത്തിലേറ്റി സൗകര്യം ചെയ്തു കൊടുത്ത്. 30 ലക്ഷത്തോളം സുന്നികൾ അവിടെ കൊലപ്പെടുത്തി. അവിടുത്തെ ഈ ഇമാം അബൂ ഹനീഫയുടെ ഖബറുകളിൽ വരെ, ആ പള്ളി വരെ അവർ മലിനമാക്കി. ഇപ്പോഴും അവരവിടെ ചെന്നിട്ട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറുള്ള പള്ളിയിൽ റഹിമഹുല്ലാ ഇപ്പോഴും അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹാബികളെ ഖബറ് സിറിയയിലെ വരിക, മുആവിയ റളിയല്ലാഹു അൻഹു, ഖാലിദ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, ഇമാം നവവി, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഇവരുടെയൊക്കെ ഖബറുകൾ തകർത്തു.
ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ ഖബറിൽ നിന്ന് മയ്യത്തെടുത്ത് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് 4-5 കൊല്ലങ്ങൾക്കും. അത് അന്ന് അതിൻ്റെ വാർത്തകളുണ്ടായിരുന്നു. ഇത്ര ക്രൂരതകൾ ചെയ്ത മരിച്ച സ്ത്രീകളെ, നമ്മളെ ഗുജറാത്തിൽ പോലും സംഭവിക്കാത്ത സ്ത്രീകളെ, ഗർഭസ്ഥ ശിശുക്കളെ കൊന്നൊടുക്കി. അങ്ങനെ സ്ത്രീ ശരീരത്തിൽ വാളുകൊണ്ട് അലിയുൻ വലിയുള്ള എഴുതിയ ക്രൂരന്മാരാണ് ഷിയാക്കൾ. 1-2 ആളല്ല, 10,000-കണക്കിന് ആളുകളെ. ഇപ്പോൾ അവിടെ 1,00,000 ആളെ ഒന്നിച്ച് കൂട്ടക്കൊല നടത്തിയിട്ട് ഒന്നിച്ച് ബുൾഡോസർ കൊണ്ട് മണ്ണ് കോരിയിട്ട് മറമാടിയ ശവപ്പറമ്പുകളൊക്കെ ഇപ്പോൾ മിഞ്ഞാന്നൊക്കെ സിറിയയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എത്ര ആളെ കൊന്നിട്ടുണ്ടാവും, എത്ര ദശലക്ഷങ്ങളെ ഇതിനവർക്ക് വില സഹായിച്ചതാരോ? നമ്മളെ ഈ കേരളത്തിലെ നമ്മളെ ഇസ്ലാമിസ്റ്റുകളൊക്കെ വാനോളം പുകഴ്ത്തിയ ഹുമൈനിയുടെ പട്ടാളം, അദ്ദേഹത്തിൻ്റെ ഹറസുസൗരി വിപ്ലവ ഗാർഡ്, നാഷണൽ വിപ്ലവ ഗാർഡാണ് അവരെ സഹായിച്ചത്. മറ്റൊന്ന് ലബനാനിലെ ഹിസ്ബുള്ള, നമ്മളവിടുത്തെ പണ്ഡിത നേതാക്കളൊക്കെ പലരും ഹിസ്ബുള്ളൻ്റെ ആൾ മരിച്ചപ്പോൾ ഷഹീദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ശാന്തപുരത്തെ കോളേജിലെ ഉസ്താദുമാരൊക്കെ പോഷിട്ടിന്. ഈ ഹിസ്ബുള്ളയുടെ പട്ടാളക്കാരാണ്, കാബാലികരാണ് സിറിയയിലെ ദശലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊതുക്കാൻ നേതൃത്വം നൽകിയത്. ജമാഅത്തെ ഇസ്ലാമിക്കാരത് അറിയാത്തതുകൊണ്ട് ഹിസ്ബുള്ള ഇയാൾ ഷഹീദാണെന്ന് എഴുതി. പക്ഷേ സിറിയയിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ, ഇഖ്വാൻ മുസ്ലിമുകാരെന്താ പറഞ്ഞതോ, ആഹ്ലാദ പ്രകടനം നടത്തി. ആര് മരിച്ചപ്പോൾ? ഈ ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്രുള്ളനെ ഇസ്രായേൽ കൊന്നപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തി ആരറിയോ? ഇഖ്വാനുൽ മുസ്ലിമിൻ്റെ സിറിയയിലെ നേതാക്കൾ. അവർ ഔദ്യോഗികമായിട്ട് അവരുടെ സൈറ്റിൽ അവരുടെ സന്തോഷം ലോക മുസ്ലിങ്ങളെ അറിയിച്ചു. ആരോ? ഇഖ്വാനുൽ മുസ്ലിമിൻ്റെ ഔദ്യോഗിക സൈറ്റിൽ സിറിയയിൽ. കേരളത്തിലെ ജമാഅത്തെ അറിയാത്തവരെന്ത് ചെയ്തരോ? ശാന്തപുരത്ത് ഉസ്താദ് അടക്കം അയാൾ മരിച്ചപ്പോൾ യാ ഷഹീദ് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട്. തമ്മിലുള്ള വൈരുദ്ധ്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ വിവരക്കേടിൻ്റെ ആഴങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനത്തെ 100-കണക്കിന് ഉദാഹരണങ്ങളും സംഭവങ്ങളും പറയേണ്ട. ഒന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അവർ ഇങ്ങനെ 1-2 കൊലകളോ 1-2 നാശങ്ങളോ അല്ല അവർ ഇസ്ലാമിക ചരിത്രത്തിൽ നടത്തിയിട്ടുള്ളത്. കറാമിത്തകൾ എന്ന് പറഞ്ഞൊരു ഷിയ വിഭാഗം ഇന്നത്തെ സൗദി അറേബ്യയിലൂടെ അല്ലസ കുൽഫുദവാത്ത് എന്ന് വന്നിട്ട് ഹിജ്റ 400-ൽ ഹാജിമാരെ, ഹജ്ജ് ചെയ്യുന്ന 10,000 ഹാജിമാരെ മത്താഫിലിട്ട് കൊലപ്പെടുത്തി. എവിടെ ഇട്ടിട്ട്? തവാഫ് ചെയ്യുന്ന സ്ഥലത്തിട്ടിട്ട് എന്ന് ഹിജ്റ 400-ൽ ഷിയാക്കൾ ചെയ്ത ക്രൂരതയാണ്. ഇബ്നു കസീറൊക്കെ ആ സംഭവം വളരെ വിശദമായി. എന്നിട്ട് അവരവിടുന്ന് ഹജറുൽ അസ്വദ് പിഴുതുകൊണ്ടേ, കഅബന്മേൽ നിന്ന് ഹജറുൽ അസ്വദ് പിഴുതുകൊണ്ടേ. ആ ഹജറുൽ അസ്വദ് ഇല്ലാതെയാണ് 20 കൊല്ലം മുസ്ലിങ്ങൾ ഹജ്ജ് ചെയ്തത്. 20 കൊല്ലം ഷിയാക്കളെ കസ്റ്റഡിയിലായിരുന്നു ഹജറുൽ അസ്വദ്. പിന്നെ അവരോട് യുദ്ധം ചെയ്ത് അവരപ്പോഴത്തേനും അത് കത്തിച്ച് പൊട്ടിച്ചൊക്കെ ചെയ്തിരുന്നു. ഹജറുൽ അസ്വദിൻ്റെ ചെറിയ പീസാണ് ഇപ്പോൾ നമ്മളെ ഫ്രെയിമിൻ്റെ ഉള്ളിലുള്ളത്. അത് സൂക്ഷിച്ച് നോക്കിയാൽ ഹജറുൽ അസ്വദിൻ്റെ പീസ് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ വിചാരിക്കേണ്ടതല്ല ഹജറുൽ അസ്വദാണ്. അതൊരു പേസ്റ്റിൽ അന്ന് പൊട്ടിച്ച് അവരൊക്കെ അന്ന് കിട്ടിയ ഹജറുൽ അസ്വദ് അതിൽ പൊട്ടിച്ചതാണ്. പിന്നെ ഇവർ ഹിജ്റ 460-കളിൽ ബഗദാദുകൾ, താർത്താരികളെ ബഗദാദ് ആക്രമിക്കാൻ വിളിച്ചു വരുത്തി. ആരോ? ഷിയ അന്നത്തെ പ്രധാനമന്ത്രിയായ മുസ്തഅസിം ബില്ലയുടെ പ്രധാനമന്ത്രി ആരെ വിളിച്ചിരുത്തി? ഹുലാക്കു ഖാനെ ബഗദാദ് ആക്രമിക്കാൻ താർത്താരികൾ വിരിച്ചിരുത്തി. അങ്ങനെ ഹുലാക്കു ഖാനും സൈന്യവും ബഗദാദ്, ഇറാഖിൽ വന്നിട്ട് എത്ര ആളെ കൊന്നവരോ? 1000 കൊല്ലം മുമ്പ് 20 ലക്ഷം മുസ്ലിങ്ങളെ കൊലപ്പെടുത്തി. ദശലക്ഷക്കണക്കിന് കിതാബുകൾ, കയ്യെഴുത്ത് കിതാബുകൾ കത്തിച്ച് യൂഫ്രട്ടീസ് നദി കറത്തൊഴുകി എന്നാണ് ഇബ്നു കസീറൊക്കെ എഴുതിയിട്ടുള്ളത്. ഈ രീതിയിലുള്ള അസാധാരണമായ ക്രൂരത മുസ്ലിം ലോകത്ത് മുസ്ലിങ്ങൾ അഹ്ലുസുന്നയെ കൊലപ്പെടുത്തിയ ക്രൂരന്മാരാണ് ഷിയാക്കൾ. അതുപോലെ 1500-ൽ നമ്മുടെ കേരളത്തിലൊക്കെ വന്ന പോർച്ചുഗീസുകാർ, അൽഫോൺസോ അൽബുക്കർക്ക്, പോർച്ചുഗീസ് നാവികന്, അന്നത്തെ പോർച്ചുഗീസ് സൈനികൻ രാജാവിന് വലിയ കത്തയച്ചാർ ഈ ഇറാനിലെ അന്നത്തെ ഷിയ ഭരണകൂടം സൊഫവികൾ, ഷാ അബ്ദുൽ അസീദാണ് ആദ്യമായിട്ട് ഇറാൻ ഷിയ ഭരണകൂടത്തിൽ
1502 വരെ ഷിയ രാജ്യമല്ല, ഇറാൻ സുന്നി രാജ്യം. AD 1502 ഷാ അബ്ദുൽ അസീസ് ഒരു പട്ടാള അട്ടിമറിയിലൂടെ ഇറാൻ്റെ ഭരണം പിടിച്ചെടുക്കുകയും അങ്ങനെ ഇറാനിലെ സുന്നികളൊക്കെ കൊന്നൊടുക്കുകയും സുന്നികളെ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി പള്ളിക്ക് തീ കൊടുത്തിട്ടൊക്കെയാണ് ഒരു ദിവസം 100,000 ചില്ലാനം സുന്നികളെ കൊന്നൊടുക്കിയിട്ടാണ് ഇന്നത്തെ ഷിയ ഇറാൻ, സുന്നികളുടെ ഇറാൻ ഷിയ ഇറാനായത്. ആ ഷാ അബ്ദുൽ അസീസും പിന്നെ പോർച്ചുഗീസ് രാജാവും കൂടി അയാൾക്ക് കത്തയച്ചിട്ട് ഒന്നിച്ച് മക്ക കീഴടക്കാൻ വേണ്ടി ഇവിടെ ഒരു പ്രോജക്റ്റ് ഇട്ടു. പക്ഷേ പോർച്ചുഗീസ് രാജാവ് ചെങ്കടലിലെത്തിയപ്പോഴേക്കും കൊടുങ്കാറ്റ് വന്ന് അവരുടെ പദ്ധതി പരാജയപ്പെട്ടു. അപ്പോൾ ഈ രീതിയിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ, അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുരിശ് സൈന്യങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കിയപ്പോൾ അതിൽ നിന്ന് മോചിപ്പിച്ച ആളാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. ഈ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിക്കെതിരിൽ എല്ലാ രഹസ്യങ്ങളും ഷിയാക്കൾ യൂറോപ്യൻ രാജാക്കന്മാർക്ക് ഒറ്റിക്കൊടുക്കുകയും സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ സൈന്യത്തിൽ ചേർന്ന അയാളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും 4 വട്ടം കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഷിയാക്കൾ. അപ്പോൾ സലാഹുദ്ദീനെ മനസ്സിലായി ഷിയാക്കളെ വെച്ചുകൊണ്ട് നമുക്ക് ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കാൻ പറ്റൂല, അതുകൊണ്ട് ആദ്യം ഷിയാക്കളെ കഥ കഴിച്ചിട്ട് മതി ബൈത്തുൽ മുഖദ്ദസ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഈജിപ്തിലെ ഫാത്തിമി ഭരണത്തിന്, ഷിയ ഭരണകൂടത്തിന് അവരെ തകർത്തിട്ട് അതിന് ശേഷമാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഖുദ്സ് മോചിപ്പിച്ചത്. ആരിൽ നിന്ന്? ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്ന്. ഇതുപോലെയുള്ള ഈ ക്രൂരതയുടെ അതിൻ്റെ അവസാനത്തെ സംഭവമാണ് 2011 ഇവിടെ നടന്നത്, സിറിയയിൽ നടന്നത്. അതിൻ്റെ മുമ്പത്തെ സംഭവമാണ് 2003 സദ്ദാം ഹുസൈനെ അമേരിക്കയും ഇറാനും കൂടി തൂക്കിലേറ്റിയതിന് ശേഷം ഈ ഇറാഖിൽ നടന്നത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഗൗരവത്തോടു കൂടി, ജൂതന്മാർ ഭയങ്കര ഇസ്ലാമിൻ്റെ ജൂതന്മാരുടെ ശത്രുക്കളാണ് ഇറാൻ എന്നാണല്ലോ നമ്മളെ ഇസ്ലാമിസ്റ്റുകളൊക്കെ പറഞ്ഞത്. ഏരിയൽ ഷാറുണ്ട് ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ മേഖലയിൽ ക്രിസ്ത്യാനികളുമായിട്ടും ഷിയാക്കളുമായും ദുറൂസുകളുമായും, ദുറൂസ് പറഞ്ഞ ഷിയാക്കൾ ഒരു തീവ്രവാദികളാണ്, ഇവരായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ഷിയ ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുകയും ചെയ്യണം. ആരെ പറഞ്ഞുതരോ? ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഏരിയൽ ഷാറോൻ്റെ ആത്മകഥയിലുള്ളൊരു പ്രസ്താവനയാണിത്. ഈ ഇറാനും ഇസ്രായേലൊക്കെ വളരെ വലിയ സൗഹൃദമുള്ള രാജ്യങ്ങൾ. പക്ഷെ അവർ പുറത്തെന്ത് ചെയ്യും, സുന്നികളെ പറ്റിക്കാൻ വേണ്ടി അമ്മാസിനെ കൊണ്ട് എന്ത് ചെയ്തു, ഇസ്രായേലിലേക്കൊരു ബോംബ് ഇടിപ്പിച്ചു. അതാണല്ലോ മറ്റേ എന്തക്സാണ് അതിന് പറയുക, തൂഫാൻ അൽ-അക്സ. ഈ തൂഫാൻ അൽ-അക്സ ആര് ചെയ്യിപ്പിച്ച, അതാര് നടപ്പാക്കി? അറിയാതെ. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഇസ്ലാമിൽ എപ്പോഴാണ് അധികാരത്തിനെതിരിൽ രംഗത്ത് വരേണ്ടത് എന്നത് തിരിച്ചറിവില്ലാതെ വിപ്ലവാവേശത്തിൻ്റെ പേരിൽ എന്ത് ചെയ്തു, ശക്തനായ ഇസ്രായേലിനെ ദുർബലനായ ഹമാസ് ആക്രമിച്ചു. എന്നിട്ട് ഇവരെന്ത് ചെയ്തു, ഇവർ ഗുഹയിൽ ഒളിച്ചു, മാളത്തിൽ. ആരെ തലയിലാണ് ഈ ആയുധം വീണത്? ഇവിടുത്തെ പാവപ്പെട്ട സ്ത്രീകളുടെയും കുട്ടികളിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ, ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ ഏതെങ്കിലും സ്ത്രീയും കുട്ടിയും കൊല്ലപ്പെട്ട ചരിത്രമോ? എല്ലാം സൈനികരല്ല കൊല്ലപ്പെട്ടത്. ഇവരോ? ഹമാസിൻ്റെ സൈനികർ തുരങ്കത്തിൽ ഒളിച്ചു. അപ്പോൾ ചോദിച്ചു അവരോട്, നിങ്ങൾ സിവിലിയന്മാരുടെ, പൊതുജനങ്ങളെ, കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നതിന് രക്ഷപ്പെടുത്താൻ എന്താ നിങ്ങൾ ശ്രമിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ മറുപടി എന്താരോ, സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കേണ്ടത് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, ഐക്യരാഷ്ട്രസഭൻ്റെയൊക്കെ. ഞങ്ങളെ പട്ടാളക്കാരെ സംരക്ഷിക്കും, തുരങ്കത്തിൽ ഒളിക്കും. ഇതാണോ ഇസ്ലാമിൻ്റെ സംസ്കാരം? ഇങ്ങനൊരു ഇസ്ലാമുണ്ടോ? ഇങ്ങനൊരു ജിഹാദ് ഉണ്ടോ? ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം. ഷിയാക്കളുടെ ഒരുപാട് വിശ്വാസം ഉണ്ടാവും സുന്നക്കില്ലാത്ത. ഒന്ന് റുജിയ, അതായത് മരിച്ചുപോയ ഇമാമന്മാർ അവസാനം തിരിച്ചു വരും, ഈ ലോകത്ത് ഭരിക്കുന്നുള്ള ജൂത വിശ്വാസം. മറ്റൊന്ന് തക്കിയ, അഥവാ സുന്നികളുടെ അടിയിൽ ഞാൻ സുന്നിയായിട്ട് അഭിനയിച്ചുകൊണ്ട് ഉള്ളിൽ ഷീ അജണ്ട നടപ്പാക്കുന്ന തക്കിയ എന്ന് പറഞ്ഞൊരു മുനാഫിക്, നിഫാക്കിൻ്റെ പരിപാടി ഷിയാക്കൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളെ നാട്ടിലുള്ള നിങ്ങളെ സുഹൃത്തുക്കളായ ഷിയാക്കളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. കാരണം എന്താ? അവൻ തക്കിയ അനുഷ്ഠിക്കുന്നവനാണ്. അവൻ്റെ ഷീ ഐഡൻറ്റിറ്റി എപ്പോഴാണ് വെളിവാക്കല്ലോ? ഷിയാക്കൾക്ക് നാട്ടിൽ അധികാരമോ ഭൂരിപക്ഷമോ കിട്ടുമ്പോൾ. ഇറാഖിൽ സദ്ദാം ഹുസൈൻ്റെ മരണം വരെ വളരെ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞിരുന്ന ഒരു സുന്നി ഷിയ സുഹൃത്തുക്കൾ സദ്ദാം ഹുസൈൻ കൊല്ലപ്പെട്ട ആ ദിവസം ആ കൂട്ടുകച്ചവടക്കാരായിരുന്ന ഷിയ യുവാവ് ഈ സുന്നി യുവാവിനെതിരിൽ തിരിഞ്ഞു. അതുവരെ
അവരെന്തായിരുന്നു? ആത്മമിത്രങ്ങളായിരുന്നു. പക്ഷെ അവർക്ക് അധികാരം കിട്ടിയ ആ നിമിഷം അവരെന്ത് ചെയ്തു? സുന്നികൾക്കെതിരെ തിരിഞ്ഞു. എൻ്റെ ഒരു നാട്ടുകാരൻ സൗദിയിൽ കച്ചവടം നടത്തുന്ന അയാളെ അർബാബ് ഒരു ഷിയയാണ്, ഖത്തീഫിലുള്ള. അപ്പം ഇയാൾ ഒരിക്കലും അയാളെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ അയാൾ വഴിയിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ട് അയാളോട് പറഞ്ഞു, ഇബ്രാഹിമെ, ഞാൻ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം തരാത്ത എന്താ വെച്ചാൽ ഞങ്ങൾ സുന്നികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൽ മൂത്രം ഒഴിച്ചിട്ടോ തുപ്പിയിട്ടോ കൊടുക്കുള്ളൂ. അത് എന്നെ ഞാൻ അറിഞ്ഞുകൊണ്ട് എന്നോട് അത് ചെയ്യണ്ടല്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. ഇത് എന്നോട് എൻ്റെ നാട്ടിലൊരു സമസ്തക്കാരൻ പറഞ്ഞത്. അയാൾക്ക് ഷീസ് എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ അയാൾക്കുണ്ടായ ഒരു അനുഭവം, ഒരു ലീഗുകാരനും സമസ്തക്കാരനും അവിടെ കച്ചവടം ചെയ്യുന്ന അയാളുടെ അനുഭവമാണ് അയാൾ പറയുന്നത്. മൗലാന അബുൽ ഹസൻ നദ്വി ഇന്ത്യയിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു. പിന്നെ അദ്ദേഹം 1970കളിൽ പിന്നെ കണ്ണ് ഓപ്പറേഷന് വേണ്ടി അമേരിക്കയിൽ പോയി. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞത് ആ കേട്ട ആളിനോട്, കേരളത്തിലെ അയാൾ ശിഷ്യനോട് പറഞ്ഞതാണ്. അങ്ങനെ അദ്ദേഹം അമേരിക്കയിൽ ചികിത്സക്ക് പോയപ്പോൾ ഇയാൾ ലോകത്തൊട്ടാകെ അറിയപ്പെടുന്ന ആളായതുകൊണ്ട് ലോകത്തുള്ള മുസ്ലിങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ അറിയുമല്ലോ. കാരണം എല്ലാവർക്കും അറിയുന്ന പണ്ഡിതനാണ് അബുൽ ഹസൻ നദ്വി. അപ്പോൾ അദ്ദേഹം അമേരിക്കയിലെത്തിയപ്പോൾ അമേരിക്കയിലെ 2 ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങളെ ഭക്ഷണം ഞാൻ തരുമെന്ന് പറഞ്ഞു. ഒരാൾ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ ലക്നൗക്കാരനായ ഒരു ഷിയയാണ്, വേറൊരാൾ അയാളെ അറിയുന്ന സ്നേഹിക്കുന്ന ഈ യമനിലെ ഒരു സുന്നിയാണ്. 2 ആളോട് അദ്ദേഹം ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം 2 ആളും പിണക്കണ്ടല്ലോ. ഈ നാട്ടുകാരനായ ഷിയൻ്റെ ഭക്ഷണം കഴിച്ചില്ല, അന്യനാട്ടുകാരനായ യമനിയുടെ ഭക്ഷണം കഴിച്ചു. കാരണം അദ്ദേഹത്തിന് അറിയാം അയാളെ നാട്ടിൽ ഭൂരിപക്ഷം ഷിയാക്കളെ. ലക്നോ നവാബുമാർ, അവധിലെ നവാബുമാർ 400 കൊല്ലം ഭരിച്ചവരാണ്. അയോധ്യ ഭരിച്ചവരാണ് ഷിയ നവാബുമാർ. അവരുടെ പാലസൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് ലക്നോയിൽ ഇമാം ബാറ എന്നൊക്കെ പറഞ്ഞിട്ട് കൊട്ടാരങ്ങൾ കാണാം. അപ്പോൾ ഇയാൾ അബുൽ ഹസൻ നദ്വി നാട്ടിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹം അതൊക്കെ മറന്നു. പക്ഷേ പിന്നെ അമേരിക്കയിൽ നിന്ന് ഈ ഷിയാ സുഹൃത്തിൻ്റെ നാട്ടുകാരൻ്റെ കത്ത് വന്നു, ഞാൻ നിങ്ങൾക്ക് തന്നിരുന്ന ഭക്ഷണത്തിൽ മൂത്രമൊഴിച്ചിട്ടായിരുന്നു തന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അബുൽ ഹസൻ അലി നദ്വി എന്ന ലോക പണ്ഡിതനോട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഷിയാക്കളുടെ മനോഭാവം എന്തായിരിക്കും? അത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞത്. ആ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥി എന്നോട് നേരിട്ട് പറഞ്ഞ. പക്ഷെ നിങ്ങളാരും അത് വിശ്വസിക്കില്ല, കാരണം നിങ്ങൾക്ക് ഷിയാക്കൾ ആരാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് ഷിയാക്കളെ എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാലുള്ള ഷീസത്തിൻ്റെ ഈ ഇവിടെ പറഞ്ഞല്ലോ, മൗദൂദി ഈ ഇറാൻ വിപ്ലവം ജയിച്ച് 2 മാസം കഴിഞ്ഞ് ഉടനെ മൗദൂദി മരിച്ചു. പക്ഷേ ഇറാൻ വിപ്ലവം വിജയിച്ചപ്പോൾ മൗദൂദി ഒരു കുറിപ്പ് കൊടുത്തു. അദ്ദഅവ പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിരുന്നു, സൗറത്തുൽ ഖുമൈനി സൗറത്തുൻ ഇസ്ലാമിയ, ഖുമൈനിയുടെ വിപ്ലവം ഇസ്ലാമിക വിപ്ലവമാണ്. വൽ ഖായിമൂന അലയ്യ, അതിൻ്റെ ആളുകൾ ഹും ജമാ ഇസ്ലാമിയ, ഇസ്ലാമിക പ്രസ്ഥാനക്കാരാണ്. ഷബാബുൻ തലക്കൗ അത്തർബിയ, ശിക്ഷണം നേടിയ യുവാക്കളാണ്. ഫിൽ ഹറക്കാത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ. വഅലാ ജമീഇൽ മുസ്ലിമീന, എല്ലാ മുസ്ലിങ്ങളുടെയും ബാധ്യതയാണ്. അമ്മത്തൻ വൽ ഹറക്കാത്തിൽ ഇസ്ലാമിയ ഖാസത്തൻ, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ വിശേഷിച്ചും ബാധ്യതയാണ്. അൻതു അയ്യിദാദി സൗറ, ഈ വിപ്ലവത്തെ പിന്തുണക്കൽ. താവനമാഹ, അതിനോട് സഹകരിക്കൽ. ഫി ജമീഇൽ മജാലാത്ത്, എല്ലാ മേഖലകളും. 1954 79 പിന്നെ അൽ മുജ്തം അദ്ദഅവ വാരികയിൽ ആഗസ്റ്റ് ഈജിപ്തിൽ നിന്നിറങ്ങുന്ന പത്രത്തിൽ വന്ന മൗദൂദിയുടെ ഖുമൈനിയെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണ്. ഇവരുടെ നേതാവ് പറയുന്നു, സൗദി അറേബ്യയിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലവനായിരുന്ന ഈജിപ്തുകാരനായ ഇഖ്വാൻ മുസ്ലിമൂൻ്റെ അന്താരാഷ്ട്ര അംബാസഡർ എന്നറിയപ്പെട്ടിരുന്ന കമാൽ ഹൽബാവി പറയുന്നു, അയാൾ ഇപ്പോൾ 2 ദിവസം മുമ്പ് മരിച്ച്, തഅല്ലംനാ മിനൽ ഇമാമിൽ ഖുമൈനി കമാ തഅല്ലംനാ മിൻ ഹസനിൽ ബന്ന വൽ മൗദൂദി സയ്യിദ് ഖുത്ബ് റഹ്മത്തുള്ളാഹി അലൈഹി, ഞങ്ങൾ ഇവരിൽ നിന്നൊക്കെയാണ് ദീൻ പഠിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് മൗദൂദി, സയ്യിദ് ഖുത്ബി, ഹസനുൽ ബന്ന, ഇമാം ഖുമൈനിക്ക് മാത്രമാണ് ഇമാം എന്ന് പറഞ്ഞത്. അതും കൂടി ഖാലിദ് മിഷൽ പറഞ്ഞത് ഇവിടെ പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ ഖുമൈനിയുടെ മകനോട് പറയുകയാണെന്ത്,
ഇന്നഹു അൽ ഇബ്നുൽ ബാർ ലിൽ ഖുമൈനി, ഖുമൈനിയുടെ ആത്മപുത്രനാണ് താനെന്ന് ഇപ്പോഴത്തെ ഹമ്മാസിൻ്റെ നേതാവ് ഖാലിദ് മിഷൽ ഖുമൈനിയുടെ പേരക്കുട്ടിയോട് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനത്തെ നൂറുകണക്കിന് പ്രസ്താവനകൾ ഇവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കേരളത്തിലെ ഷീസത്തെ പറ്റിയോ അതിൻ്റെ കളികൾ 1979 എന്നല്ല തുടങ്ങിയത്, വളരെ മുമ്പേ കേരളത്തിൽ ഷീസോദിന പിന്നെ ഇബ്നു ബത്തൂത്ത AD 1300 കേരളത്തിൽ വന്നപ്പോൾ കോഴിക്കോട്ടെ ഒരു കാലി ഷിഹാബുദ്ദീൻ കാസറൂനി എന്ന് പറഞ്ഞ ആളാണ് കോഴിക്കോട്ടെ കാലി. കാസറൂനി എന്ന് പറഞ്ഞാൽ ഇറാനില്ല. ഒരുപക്ഷെ അന്നേ കേരളത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, AD 1700, അതായത് 700 കൊല്ലം മുമ്പേ കേരളത്തിൽ ഷിയാക്കൾ ഒരുപക്ഷെ രംഗത്ത് വന്നിട്ടുണ്ടാവും. അതുപോലെ ഷിയാക്കൾ AD 1500 വാർത്തേമ എന്ന് പറഞ്ഞൊരു ഇറ്റാലിയൻ സഞ്ചാരി കേരളത്തിൽ വന്നപ്പോൾ അയാൾ കേരളത്തെപ്പറ്റി അയാൾ എഴുതിയിട്ടുണ്ട്. അയാളെ കോഴിക്കോട്ടെ എൻ്റെ ഒരു സുഹൃത്ത്, പാർസി സുഹൃത്തായിരുന്നു, പേർഷ്യക്കാരൻ സുഹൃത്തായിരുന്നു, കോഴിക്കോട്ടിൽ എൻ്റെ സുഹൃത്ത് നത്തി എഴുതിയിട്ട്. അപ്പം അന്ന് ഷിയാക്കളും അല്ലെങ്കിൽ പേർഷ്യക്കാരും കേരളവുമായിട്ടുള്ള നമ്മളെ പല വാക്കുകളും ചീരണി, ബിരിയാണി, ഉറുമാല്, ബാങ്ക് ഇതൊക്കെ പേർഷ്യൻ വാക്കാണ്, അറബിയല്ല. നമ്മൾ പറയുന്ന പല വാക്കും പേർഷ്യൻ വാക്കാണ്. അപ്പോൾ പേർഷ്യക്ക് ഇത്ര വലിയ നമ്മൾ വാങ്ങ് കൊടുക്കുക എന്നുള്ളതല്ലേ, അത് അറബിയല്ല, പേർഷ്യനാണ്. അപ്പോൾ ഈ ഇത്രയും കൂടുതൽ പേർഷ്യൻ പദങ്ങൾ നമ്മളെ മലയാള പദത്തിൽ എങ്ങനെ വന്നു എന്നുള്ളത് ഇറാനികളുടെ കേരളവുമായുള്ള പണ്ടത്തെ ബന്ധം. കേരളത്തിലെ ആദ്യമായിട്ട് വന്ന ഔദ്യോഗികമായ ഷിയ കുണ്ടോട്ടിത്തങ്ങളാണ്. AD 1700 നമ്മളെ ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്താണ് കുണ്ടോട്ടിത്തങ്ങൾ ബോംബെയിലെ കല്യാണിൽ നിന്ന് കേരളത്തിൽ വന്നത്. അയാളുടെ അനുയായികൾക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി അവരോട് കൽപ്പിച്ചു. അതിനെപ്പറ്റി അന്നത്തെ മമ്പുറം തങ്ങളുടെ ശിഷ്യനായ ഉമർ കാലി വെളിയങ്കോട് പറയുന്നു, അയാളെ എതിർത്തുകൊണ്ട് പറഞ്ഞു, ഹറാമുൻ സുജൂദുൽ ഖൽഖി ലിൽ ഖൽഖി യക്ഫുറു ബിഹി ബിർത്തിദാദിൻ ഫൗവ ബിദ്ദംബി യക്ഫുറു. സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യുന്നത് കൊണ്ട് കാഫിറാവും. അതാണ് ഈ കുണ്ടോട്ടി തങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം കുണ്ടോട്ടി തങ്ങളെ പറ്റി പറഞ്ഞു, ഫനഖ്ലി അലൈഹി ബിർത്തിദാദിൻ വ കുഫ്രിഹി, കുണ്ടോട്ടി തങ്ങൾ കാഫിറുമാണ്, മുർത്തദ്ദുമാണ് എന്ന് ഞാൻ പ്രസ്താവിക്കുന്നു. വതസ്ദീഖു ഖൽബില്ല ഇലാദാക യുൻദറു, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തിയാൽ പോരാ, ആ പ്രവൃത്തിയും കൂടി എന്താകണം, ഇസ്ലാമിനെ അനുസരിച്ചായിരിക്കണം. ഞാൻ അള്ളാഹിനെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞിട്ട് ഏത് വിഗ്രഹത്തിനും സുജൂദ് ചെയ്യാന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. അത് പറ്റൂല എന്നാണ് ഉമർ ഖാലി പറഞ്ഞത്. അപ്പോൾ പേർഷ്യൻ സ്വാധീനം കേരളത്തിൽ അന്നേ ഉണ്ട്. അന്നത്തെ സമസ്തൻ്റെ പ്രസിഡന്റ് 1906 10 സമസ്തൻ്റെ പ്രസിഡൻ്റായിരുന്ന പിന്നെ പാങ്ങിൽ അഹമ്മദ് കുട്ടിസിലേര് ഈ കുണ്ടോട്ടി തങ്ങളെ പറ്റി പറഞ്ഞതരോ, വയലം അന്ന അവ്വലൽ ഫക്കീർ അൽ കുണ്ടോട്ടി അനി മുഹമ്മദ് ഷാ ഖദലഹുല്ല കാന റാഫിലിയൻ മാരിക്കൻ സിന്ദീഖൻ. ഈ കുണ്ടോട്ടി തങ്ങൾ മുഹമ്മദ് ഷാ എന്ന് പറഞ്ഞ ആൾ റാഫിലിയായിരുന്നു, ഷിയായിരുന്നു. മാരിക്കൻ ദീനിൽ നിന്ന് തെറിച്ചു പോയ ആളായിരുന്നു. സിന്ദീഖൻ മതനിഷേധിയായിരുന്നു. സ്വറഹബി കുഫ്രിഹി വ കുഫ്രി മുസദ്ദിഖിഹി മിൻ ഉലമായി ദിയാരി മലൈബ്, അവനോ എൻ്റെ ആൾക്കാരും കാഫിറാണെന്ന് മലബാറിലെ ഉലമാക്കൾ കട്ടായം പറഞ്ഞിട്ടുണ്ട്. അസയ്യിദുൽ ഖുത്ബുൽ ഹബീബ് ഷെയ്ഖ് ജിഫ്രി, കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ച ജിഫ്രി തങ്ങൾ ഇയാൾ കാഫിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മമ്പുറം തങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതേ കുണ്ടോട്ടി തങ്ങളുടെ ജീവചരിത്രം കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയപ്പോൾ ആ ജീവചരിത്രത്തിന് ആമുഖ എഴുതി കൊടുത്ത ആളാരോ, ഇതേ സമസ്തൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ. ഇയാൾ കാഫിറാണ് സമസ്തൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് പറഞ്ഞ ആളെ, ഏതൊരാളെ പറ്റിയാണോ കാഫിറാണ്, സിന്ദീഖാണ്, മാരിക്കാണെന്ന് പറഞ്ഞത്, അതേ ആളെപ്പറ്റി അയാളുടെ ആത്മജീവചരിത്രം ഇറങ്ങിയപ്പോൾ ഇതിന് പുസ്തകത്തിന് ആമുഖ എഴുതി കൊടുത്തത് 70 കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ സമസ്തൻ്റെ ജനറൽ സെക്രട്ടറി. ഈ രീതിയിലുള്ള പരിണാമങ്ങൾ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 2011 എന്ത് ചെയ്തു വരോ, 2012 കേരളത്തിലെ ആദ്യത്തമായ ഷിയ പ്രസ്ഥാനം സക്കലൈൻ ഫൗണ്ടേഷൻ കോഴിക്കോട് രൂപീകരിക്കപ്പെട്ടു, അല്ലേ, എറണാകുളത്ത്. അതിൻ്റെ നേതാക്കളായിട്ട് അന്നത്തെ അതിൻ്റെ CM അന്ന് സമസ്തൻ്റെ ഏറ്റവും വലിയ ശക്തനായ നാവാണല്ലോ CM, അയാളാണ് കേരളത്തിലെ ആദ്യത്തെ ഷിയ ഫൗണ്ടേഷൻ്റെ ഉപദേഷ്ടാവായിട്ട് അവരുടെ സൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇറാനിൽ നിന്നൊക്കെ പണ്ഡിതന്മാർ വന്നു. അങ്ങനെ
ഇവർ ഇറാനി പണ്ഡിതന്മാരുടെ ചില പുസ്തകങ്ങളൊക്കെ പരിഭാഷപ്പെടുത്തി ഈ രീതിയിൽ കേരളത്തിൽ പല രഹസ്യ ഷിയ അജണ്ടകളും കേരളത്തിൽ നിന്ന് ഷിയാക്കളെ, ഇറാനിൽ നിന്ന് ഷിയ പണ്ഡിതന്മാരെ CH മുസ്തഫ എന്ന് പറഞ്ഞ പണ്ഡിതൻ കൊണ്ടുവരുന്നു. അയാൾ പാണക്കാട്ട് കൊണ്ടുപോകുന്നു, സമസ്തൻ്റെ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോകുന്നു. ഇവിടെ പല സ്ഥലത്തും കൂടിക്കാഴ്ച നടത്തുന്നു. ഇറാനിലെ മുസ്തഫ യൂണിവേഴ്സിറ്റിയുമായി കേരളത്തിലെ സുന്നികളുടെ ഒരു സ്ഥാപനം അഫിലിയേറ്റ് ചെയ്യുന്നു. ഈ രീതിയിലുള്ള പല രഹസ്യ അജണ്ടകളും നമ്മുടെ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവരുടെ യോഗങ്ങളിൽ സംഭവിക്കുന്നു. ഈ ഇറാനിലൊക്കെ ഷിയ യോഗങ്ങളിൽ ഇവിടുത്തെ അഹ്ലുസുന്നന്റെ നേതാക്കൾ പങ്കെടുക്കുന്നു. കേരളത്തിൽ ഒരുവിധ നേതാക്കളൊക്കെ ഇറാനിൽ പോയിട്ട് അവരുടെ പരിപാടിയിൽ പങ്കെടുത്തവരെ, രാഷ്ട്രീയ മത എല്ലാ നേതാക്കളും. അതിനൊക്കെ ഫ്രീ ആയിട്ട് കൾച്ചറൽ എക്സ്ചേഞ്ച് പരിപാടി എന്ന പരിപാടിയുണ്ട്. ഇറാൻ്റെ നല്ല വശം അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇറാനെ പറ്റി മദ്ഹ് പറയും. ഇറാനെ പറ്റി 3 പുസ്തകം തന്നെ മദ്ഹായിട്ട് കേരളത്തിൽ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പോയ ആൾക്കാർ. അപ്പോൾ വളരെ ഗുരുതരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്ത്, ഷീസം എന്ന വിഷം നമ്മളറിയാതെ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സംസ്കാരത്തെയും മറ്റൊരു മതത്തിലേക്ക് കൊണ്ടുപോകും. അതിനെ ഒന്നിപ്പിക്കാൻ വേണ്ടി ആദ്യമായി ശ്രമിച്ചത് ജമാലുദ്ദീൻ അഫ്ഗാനിയാണ്. രണ്ടാമതായി ഷിയ സുന്നി ഐക്യത്തിന് വേണ്ടി ശ്രമിച്ചത് ഹസനുൽ ബന്നയാണ്. 1954 ദാറുത് തഖ്രീബ് ബൈനൽ മദാഹിബിൽ ഇസ്ലാമിയ, മുസ്ലിം സംഘടനകളുടെ ഐക്യ ഓഫീസ് എന്ന് പറഞ്ഞൊരു ഓഫീസ് ഇറാനിലെ ഷിയാക്കളും ഈജിപ്തിലെ അസ്ഹറിലെ ചില പണ്ഡിതന്മാരും ഹസനുൽ ബന്നയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിക്കുകയുണ്ടായി. അതുമുതൽ സുന്നി ലോകത്ത് എന്നാൽ ഇറാനിലൊരു ഐക്യം വേണ്ടേ, ഇറാനിലെ സുന്നികളൊക്കെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക. 1983 മാത്രം സുന്നികളെ ജയിലിലടിച്ചിട്ട് 30,000 ആളാണ് ഖുമൈനി തൂക്കിലേറ്റിയത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ തൂക്കിലേറ്റുന്ന രാജ്യം ഇറാനാണ്. ആരാണ്? ഒരു സുന്നികൾ. അവിടെ 30% സുന്നികൾക്കൊരു പള്ളിയില്ല. 1% പോലും ഇല്ലാത്ത ജൂതന്മാർക്ക് 250 ചർച്ചുകളുണ്ട്. ഇവിടെ ടെഹ്റാനിൽ 30% സുന്നികളുണ്ട്, പക്ഷെ ഒരു പള്ളിയില്ല. ഇസ്ഫഹാനിൽ 30% സുന്നികളുടെ, ഒരു പള്ളിയില്ല. കിർമാനിൽ 30% സുന്നികളുടെ, അവിടെ ഒരു പള്ളിയില്ല. യസ്ദിൽ 30%-ലധികം സുന്നികളുണ്ട്, അവിടെ ഒരു പള്ളി പോലും സുന്നികൾക്കില്ല. പക്ഷേ 1%-ലും മാത്രമുള്ള ജൂതന്മാർ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള 2ാമത്തെ രാജ്യം ഇറാനാണ്. 1ാമത്തെ രാജ്യം ഇസ്രായേലാണ്. ഇസ്രായേലിലെ സൈന്യത്തിലെ പകുതിയിലധികം ജൂതന്മാർ ഇറാനിൽ നിന്ന് പോയ ജൂതന്മാരാണ്. ഇസ്ഫഹാൻ എന്ന് പോയ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അന്ത്യനാളിൽ ദജ്ജാലിനെ ഇസ്ഫഹാനിലെ 50,000 ജൂതന്മാർ പിന്തുടരും. ആ ജൂതന്മാരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ, അഹ്ലുസുന്നയെ കൊന്നൊടുക്കിക്കൊണ്ട്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുക, ഈ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കുക. ഇത് നമ്മുടെ വിശ്വാസത്തെ കൂടി ബാധിക്കുന്നതാണ്. ഇത്തരം ആൾക്കാരോടൊക്കെ സൗഹാർദ്ദം കൂടിയിട്ട് പിന്നെ ഒരു ഇസ്ലാം ഉണ്ടാക്കാൻ സാധിക്കൂല. ഖുർആന് അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുന്നവരും ഖുർആൻ അട്ടിമറിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നവരും, സഹാബികൾ മുസ്ലിം കാഫിറുകളാണ് എന്ന് പറയുന്നവരും, സഹാബികൾ ഇസ്ലാമിൻ്റെ നബിയുടെ അള്ളാഹു തെരഞ്ഞെടുത്ത സമൂഹമാണെന്ന് പറഞ്ഞാൽ നമുക്ക് സൗഹാർദ്ദത്തിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഈ വിഷയം അഖീദയുടെ ഭാഗമാണ്, നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. അത് കുട്ടിക്കളിയല്ല, അത് തിരിച്ചറിയുക, അതിനുവേണ്ടി പഠിക്കുക. ഇൻഷാ അല്ലാഹ് പിന്നെ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഞാൻ സമയം വൈകിയതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞ സമയം അവസാനിച്ചു. ഇനി എന്തെങ്കിലും അത്യാവശ്യം സംസാരം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.